ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, അവൻ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ പോയിട്ടുണ്ട്, ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, ഇതെല്ലാം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അതാണ് ഈ ക്ലാസ്സുകളിൽ കാണുന്നത്. ഇതിനെ ഇംഗ്ലീഷിലെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല, അതിന് ശ്രമിക്കുകയും ചെയ്യരുത്. ഇത് സ്കൂൾ സ്റ്റുഡൻസിനെ മാത്രം ഉദ്ദേശിച്ച് എഴുതിയിട്ടുള്ളതാണ്. ഇതുണ്ടാക്കുന്ന രീതി സബ്ജക്റ്റ് ഞാൻ, അവൻ, അവർ, അവൾ, രാജു ഇതൊക്കെയാണ് സബ്ജക്റ്റ് എന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെ സിംഗുലർ ആണെങ്കിൽ ഹാസ് വയ്ക്കും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് വയ്ക്കും. അതിൻ്റെ കൂടെ വെർബിന്റെ ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വയ്ക്കും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് പി ഫോം എന്ന് എഴുതിയിരിക്കുന്നത്. എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് പറയുക, ഈ 4 ഫോംസ് അറിയുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് കറക്റ്റ് ആയിട്ട് പറയാനോ എഴുതാനോ സാധിക്കില്ല. ഓക്കെ, നമ്മൾ 3 വാചകങ്ങൾ കണ്ടു കഴിഞ്ഞു. സാധാരണ നമ്മൾ 4 വാചകങ്ങൾ കാണും. ഇന്ന് 4ാമത്തെ വാചകം കാണുന്നു. ആദ്യത്തെ വാചകം ഞാൻ എഴുതിയിട്ടുണ്ട്, ഐ ഹാവ് റിട്ടൺ. ചോദ്യം, ഹാവ് ഐ റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടോ? 3ാമത്തേത് നെഗറ്റീവ്, ഞാൻ എഴുതിയിട്ടില്ല, ഐ ഹാവിൻ റിട്ടൺ. ഇന്ന് നെഗറ്റീവ് ചോദ്യമാണ്. അതുണ്ടാക്കുന്നത് നമുക്കറിയാം, ഈ ഹാവിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടാൽ മതി. നെഗറ്റീവ് ആയതുകൊണ്ട് ഹാവിന്റെ അതേപടി മുന്നിൽ കൊണ്ടുവന്നിടും. ഹാവിൻഡ് ഐ റിട്ടൺ, ഞാൻ എഴുതിയിട്ടില്ലേ. നമ്മൾ മലയാളത്തിൽ അങ്ങനെ ചോദിക്കില്ലേ, ഞാൻ വന്നിട്ടില്ലേ, ഹാവിൻഡ് ഐ കം, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഹാവിൻഡ് ഐ ടോൾഡ് യു. ആ രീതിയിൽ നമ്മൾ പറയും. ആ വാചകമാണ് ഇന്ന് കാണുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് വേറെ രീതിയിൽ ഇത് പറയാം. ഹാവ് ഐ നോട്ട് റിട്ടൺ, ഹാവ് ഐ നോട്ട് റിട്ടൺ, ഹാവ് ഐ നോട്ട് റിട്ടൺ, അങ്ങനെയും നമ്മൾ പറയും. പക്ഷെ അത് റിട്ടൺ ഇംഗ്ലീഷാണ്. ടെക്സ്റ്റ് ബുക്കിലൊക്കെ അങ്ങനെ കാണും. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ആണ്, അതുകൊണ്ട് ഈ രീതിയിലാണ് നമ്മൾ പഠിക്കുക. ഹാവിൻഡ് ഐ റിട്ടൺ, ഹാവ് ഐ നോട്ട് റിട്ടൺ അങ്ങനെയല്ല പഠിക്കുക. ഹാവിൻഡ് ഐ റിട്ടൺ, ഞാൻ എഴുതിയിട്ടില്ലേ. നെഗറ്റീവ് ചോദ്യം. തുടങ്ങാം. ഹാവിൻഡ് ഐ റിട്ടൺ എ ബുക്ക്, ഹാവിൻഡ് ഐ റിട്ടൺ എ ബുക്ക്, ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടില്ലേ. ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ, ചോദ്യമായതുകൊണ്ട്. ഹാവിൻഡ് ഐ റെഡ്, ഞാൻ വായിച്ചിട്ടില്ലേ. ഹാവിൻഡ് ഐ സെൻഡ് എ ലെറ്റർ, ഞാൻ ഒരു ലെറ്റർ അയച്ചിട്ടില്ലേ. ഹാവിൻഡ് ഐ ടോട്ട്, ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ. ഹാവിൻഡ് ഐ ടോട്ട് യു, ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ. ഹാവിൻഡ് ഐ പ്രേഡ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലേ. ഹാവിൻഡ് ഐ ടേക്കൺ, ഞാൻ എടുത്തിട്ടില്ലേ. ഹാവിൻഡ് ഐ ഡൺ, ഞാൻ ചെയ്തിട്ടില്ലേ. അടുത്തത് വി, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. ഇതേപോലെ തന്നെയാണ്, ഐ പോലെ തന്നെയാണ്. ഹാവിൻഡ് വി റിട്ടൺ എ ബുക്ക്, നമ്മളൊരു പുസ്തകം എഴുതിയിട്ടില്ലേ. ഹാവിൻഡ് വി റെഡ്, നമ്മൾ വായിച്ചിട്ടില്ലേ. ഹാവിൻഡ് വി സെൻഡ് എ ലെറ്റർ, നമ്മളൊരു ലെറ്റർ അയച്ചിട്ടില്ലേ. ഹാവിൻഡ് വി തോട്ട്, നമ്മൾ പഠിപ്പിച്ചിട്ടില്ലേ. ഹാവിൻഡ് വി പ്രേഡ്, നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലേ. ഹാവിൻഡ് വി ടേക്കൺ, നമ്മൾ എടുത്തിട്ടില്ലേ. ഹാവിൻഡ് വി ഡൺ, നമ്മൾ ചെയ്തിട്ടില്ലേ. അടുത്തത് യു. ഹാവിൻഡ് യു റിട്ടൺ എ ബുക്ക്, നീ ഒരു പുസ്തകം എഴുതിയിട്ടില്ലേ. ഹാവിൻഡ് യു റെഡ്, നീ വായിച്ചിട്ടില്ലേ. ഹാവിൻഡ് യു റെഡ് മൈ ബുക്ക്, നീ എന്റെ പുസ്തകം വായിച്ചിട്ടില്ലേ. ഹാവിൻഡ് യു റെഡ് മൈ ബുക്ക്, നീ എന്റെ പുസ്തകം വായിച്ചിട്ടില്ലേ. ഹാവിൻഡ് യു സെൻഡ് എ ലെറ്റർ, നീ ഒരു ലെറ്റർ അയച്ചിട്ടില്ലേ. ഹാവിൻഡ് യു ടോട്ട്, നീ പഠിപ്പിച്ചിട്ടില്ലേ. ഹാവിൻഡ് യു ടോട്ട് ദം, നീ അവരെ പഠിപ്പിച്ചിട്ടില്ലേ. ഹാവിൻഡ് യു ടോട്ട് ദം, നീ അവരെ പഠിപ്പിച്ചിട്ടില്ലേ. ഹാവിൻഡ് യു പ്രേഡ്, നീ പ്രാർത്ഥിച്ചിട്ടില്ലേ. ഹാവിൻഡ് യു ടേക്കൺ, നീ എടുത്തിട്ടില്ലേ. ഹാവിൻഡ് യു ടേക്കൺ മൈ പെൻ, ഹാവിൻഡ് യു ടേക്കൺ മൈ പെൻ, നീ എന്റെ പേന എടുത്തിട്ടില്ലേ. ഹാവിൻഡ് യു ഡൺ, നീ ചെയ്തിട്ടില്ലേ. ഹാവിൻഡ് യു ഡൺ യുവർ ഹോംവർക്ക്, ഹാവിൻഡ് യു ഡൺ യുവർ ഹോംവർക്ക്, നീ നിന്റെ ഹോംവർക്ക് ചെയ്തിട്ടില്ലേ. അടുത്തത് ദേ ആണ്, അവർ അല്ലെങ്കിൽ ഇവർ. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് മൈ ഫ്രണ്ട്സ്, പ്ലൂറൽ ആണ് അല്ലെ, ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് ഹാവിൻഡ് പ്ലൂറൽ നെഗറ്റീവ് പ്ലൂറൽ വെച്ചിട്ടുള്ളത്. ഹാവിൻ മൈ ഫ്രണ്ട്സ് റിട്ടൺ എ ബുക്ക്, എന്റെ ഫ്രണ്ട്സ് ഒരു പുസ്തകം എഴുതിയിട്ടില്ലേ. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഹാവിൻ മൈ ഫ്രണ്ട്സ് റിട്ടൺ എ ബുക്ക് എന്ന് സാധാരണ പറയാറില്ല. അതിന് പകരം ദേ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. കാരണം ഇവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും പറയുക. ഓക്കെ, ഇന്നങ്ങനെ 4ാമത്തെ വാചകം കണ്ടു. അവസാനത്തെ വാചകം, 4 വാചകങ്ങൾ ഐ ഹാവ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ട്.
ഹാവ് ഐ റിട്ടൺ ഞാൻ എഴുതിയിട്ടുണ്ടോ? ഐ ഹാവ് ഇൻ റിട്ടൺ ഞാൻ എഴുതിയിട്ടില്ല. ഹാവ് ഇൻ ഐ റിട്ടൺ ഞാൻ എഴുതിയിട്ടില്ലേ? നെഗറ്റീവ് ചോദ്യം. ഇവിടെ എല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഉപയോഗിക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, പഠിക്കണം. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യണം. അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കുക. എന്തെങ്കിലും വാക്കുകൾ കൂട്ടിച്ചേർത്ത് കൂടുതൽ അർത്ഥമുള്ളതാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. വീഡിയോ കോളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അരമണിക്കൂറെങ്കിലും ഇത് മാത്രമായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ഓരോ വാചകവും അരമണിക്കൂർ വെച്ച് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഒരിക്കലും പഠിക്കേണ്ട കാര്യമില്ല. ഈ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളിങ്ങനെ ആവർത്തിച്ച് നമ്മളിത് മനസ്സിലാക്കും. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് എങ്കിലും പഠിക്കണം. 4 ഫോംസ് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഇംഗ്ലീഷിലെ പുതിയ വാക്കുകൾ ഉച്ചാരണത്തോടെ പഠിക്കുക. മലയാളത്തിൽ ഉച്ചാരണം കൊടുത്തിട്ടുള്ള ഡിക്ഷണറികളുണ്ട്. അത് വാങ്ങിച്ച് എല്ലാ ദിവസവും കുറച്ച് വാക്കുകൾ അതിൽ നിന്ന് പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷില് നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും.
പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 15ാമത്തെ ലിസ്റ്റ് ആണ്. വെർബുകളിലെ ഫോംസിൽ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം. കാരണം ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 ഫോം അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. മറ്റൊന്നുള്ളത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷിൽ, ഒരു വെർബ് ബി ഒഴിച്ച്. നമ്മൾ നേരത്തെ കണ്ടു. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്. മറ്റൊന്ന് പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. സാധാരണ എസ് എന്ന് കൂട്ടിച്ചേർക്കുമ്പോഴാണ് സിംഗുലർ ആകുന്നത്. ആ ലിസ്റ്റിൽ ആദ്യം കാണുക, പ്രസന്റ് ഫോമിൽ ആദ്യം കാണുന്നത് പ്ലൂറലാണ്, രണ്ടാമത്തേതാണ് സിംഗുലർ. അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ 3 ഫോമേ പഠിക്കുള്ളൂ: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. തുടങ്ങാം. Lie, lay, lain, see, saw, seen, speak, spoke, spoken, steal, stole, stolen, wear, wore, worn, write, wrote, written. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇത് 3 രീതിയിലാണ് അല്ലെ. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. ഇനി അടുത്തുള്ള ഇനിയുള്ള വെർബ്സ് ഒക്കെ നമ്മൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. ഓക്കെ, നമുക്ക് കാണാം. afford, afforded, afforded, annoy, annoyed, annoyed, attach, attached, attached, alert, alerted, alerted, upload, uploaded, uploaded, attend, attended, attended, cow, cowed, cowed, cause, caused, caused, check, checked, checked, cuff, cuffed, cuffed, dare, dared, dared, depend, depended, depended, expand, expanded, expanded, fade, faded, faded, fetch, fetched, fetched, float, floated, floated, fix, fixed, fixed, guard, guarded, guarded, identify, identified, identified, interrupt, interrupted, interrupted, introduce, introduced, introduced, knit, knit, knit. അത് knitted, knitted എന്നും കൂടിയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. multiply, multiplied, multiplied. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകൾ ലിസ്റ്റിൽപ്പെട്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചിലതിലൊക്കെ സിംഗുലർ ആകുമ്പോൾ വെറുതെ എസ് ആയിരിക്കില്ല, സ്പെല്ലിങ്ങിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പൊ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.